പാഠം 676. ഒരു മനുഷ്യസ്നേഹിയുടെ കഥ. ചായ. അമ്മാവന് ചായ കൊടുത്തു. ചായയായിട്ട് ഞാൻ ചെന്നതാ. അപ്പൊ ഭയങ്കര പ്രാർത്ഥന. അതെയോ? ഇതിലെ പ്രാർത്ഥന എന്നൊന്നും പറഞ്ഞാ പോരാ, ഭയങ്കര പ്രാർത്ഥന. മോഹനേട്ടൻ പോലും ഇങ്ങനെ കടുപ്പത്തി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരേ സമയം മൂക്കറ്റം കള്ളുകൂടി പിന്നെ പ്രാർത്ഥന. ഇതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിപ്പോ ഇന്നലെ അമ്മാവൻ കള്ളു കുടിച്ചു എന്നുള്ള നേരാ. പക്ഷേ രാത്രിയിൽ ഞാൻ വഴക്ക് പറഞ്ഞപ്പോ അമ്മാവൻ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ടോ? മോനേഷ, ഇനി ഞാൻ ഒരു തുള്ളി കള്ളു പോലും കുടിക്കില്ല എന്ന്. അത് ലോകത്തുള്ള സകല കുടിയന്മാരും പറയുന്നൊരു ന്യായവാ. വെള്ളം അടിച്ച് 4 കാലം വീട്ടിൽ കയറി വരും, ഭാര്യ ചീത്ത വിളിക്കും, തല്ലും, ബോധം കെട്ട് കിടത്തുറങ്ങും. എന്നിട്ട് രാവിലെ എഴുന്നിട്ട് സോറിയോട് സോറി, ഇനി ഒരു തുള്ളി പോലും കുടിക്കില്ല സത്യം ചെയ്യും. എന്നിട്ടെന്താ പിന്നെയും കുടിക്കും. അതുപോലല്ല അമ്മാവൻ. ഇന്നലെ അമ്മാവൻ ക്ഷമ പറഞ്ഞപ്പോഴേ എനിക്കറിയാമായിരുന്നു അത് ഭയങ്കരമായ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണെന്ന്. മോഹനേട്ടൻ അല്ലേലും അങ്ങനെ പറയൂല്ലോ. മോഹനേട്ടന്റെ അമ്മാവനല്ലേ. എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കാൻ മോഹനേട്ടൻ ബാധ്യസ്ഥനാ. എന്റെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരുന്നു ഇത് ചെയ്തിരുന്നെങ്കിൽ എന്റെ ഈശ്വര എന്തൊക്കെ ഇവിടെ നടന്നേനെ. പറയുന്ന കേട്ടാ അങ്ങനെ ഒന്നും നടന്നിട്ടില്ലാന്ന് തോന്നുമല്ലോ. നിന്റെ ആങ്ങളയെ പണ്ട് കുടി നിർത്തിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് നിർത്തി എനിക്ക് ഓർമ്മയുണ്ടോ? അവൻ കുടി നിർത്തിയില്ല എന്ന് മാത്രമല്ല, അവൻ കുടിച്ചതിന്റെ പേരിലുള്ള സകല നഷ്ടങ്ങൾക്കും ഞാൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. അത് അവൻ കള്ളു കുടിച്ചു കാണും. പക്ഷെ അതിന്റെ പേരിൽ എനിക്ക് 1 രൂപ പോലും നഷ്ടം വന്നിട്ടില്ലല്ലോ. അപ്പൊ അതാണ് വില്ലേജ് ഓഫീസറുടെ മനസ്സിലിരിപ്പ്. കാശ് നഷ്ടം വന്നില്ല പിന്നെ എന്താവാലോ അല്ലേ എന്നല്ല പറഞ്ഞത്. നാട്ടുകാരോ അമ്മാവന് കള്ളുകൊണ്ട് കൊടുത്തപ്പോ അമ്മാവൻ കുടിച്ചുപോയി. നേരിട്ടോ? അതിനെന്താ? വേണ്ട വേണ്ട, ഇങ്ങോട്ട് വരണ്ട. ഞാനൊരു അരമണിക്കൂർ കഴിയുമ്പോ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ കാണും. ആരായിരുന്നു? ഏതോ ഒരു രാജേന്ദ്രൻ. അയാളുടെ ജാതകത്തിൽ എന്തോ പിശകുണ്ട്. പരിഹാരം പറഞ്ഞു കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാണെന്ന്. അല്ല, അമ്മാവൻ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുന്ന എന്തിനാ? വെറുതെ. എത്ര സമയം എന്ന് പറഞ്ഞാ വീട്ടിലിരിക്കുന്നേ? പുറത്തൊക്കെ ഒന്ന് ചുറ്റിയിട്ട് വരാം. കള്ളു കുടിക്കാനുള്ള പോക്കായിരിക്കും. അല്ല അമ്മാവ, ഭാമ ഇപ്പൊ നിന്റെ ചെവിയിൽ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മദ്യപിക്കാൻ പോവുകയാണെന്നല്ലേ? അത് ശരിയല്ല. മദ്യപാനം നിർത്തിയെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞത് സത്യമാ. ഒരു കാരണവശാലും ഇനി ഞാൻ കുടിക്കില്ല. അമ്മാവന്റെ ഉള്ളിൽ ഒരു യോഗിയുണ്ട്. അതുകൊണ്ടല്ലേ ആഹാരം പുല്ലുപോലെ വേണ്ടെന്ന് വെക്കാൻ പറ്റിയത്? ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കാൻ നിനക്ക് പറ്റുമോ? ഞാൻ ഇതുവരെ അതിന് ശ്രമിച്ചു നോക്കിയിട്ടില്ല. കാരണം ഇതുവരെ എനിക്കതിന് ആവശ്യം വന്നിട്ടില്ലല്ലോ. ബെല്ലടി തുടങ്ങി. റോഡിൽ വരുമ്പോഴാണ് ഇതാണ് ആരുടെ? ഹലോ, സുകുമാരൻ, ഞാൻ നിന്നെ വിളിക്കാതിരിക്കായിരുന്നു. സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ടേ. ഒരു 250 രൂപയായിട്ട് ഉച്ച കഴിഞ്ഞ് ചെല്ലപ്പച്ചേട്ടന്റെ ബാർബർ ഷോപ്പ് കടയില്ലേ, അങ്ങ് വന്നാൽ മതി. ഞാൻ അവിടെ കാണും. എന്താ? അയ്യോ, 250 രൂപ 1 രൂപ കുറയ്ക്കല്ലേ സുകുമാര? അത്രയും കഷ്ടപ്പെട്ടതാണ് ഞാൻ. ശരി ശരി ശരി. കാരണം ഈശ്വരനെ മാത്രം ധ്യാനിച്ച് ഒറ്റ തപസ്സല്ലേ, ഒറ്റ ഇരിപ്പിന് 3-4 മാസം വരെ തപസ് ചെയ്ത് കളയും. അപ്പൊ ഭക്ഷണോ? ഭക്ഷണമൊക്കെ ഈ ശരീരത്തിന്റെ ആവശ്യമല്ലേ. ഞാൻ അന്വേഷിക്കുന്നത് ആത്മീയമായ ആനന്ദമാണ്. എവിടെ പെട്ടിരുന്നു രാവിലെ? അല്ല, എനിക്ക് ഗോപാലൻകുട്ടി ചേട്ടന്റെ വീട് വരെ പോണം. ശരി ശരി, ഞാൻ അന്ന് അങ്ങോട്ട് ഇറങ്ങട്ടെ. നിക്കൂ. നിങ്ങളുടെ മുഖത്ത് ഒരു സങ്കടം ഞാൻ കാണുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ, അതെങ്ങനെ മനസ്സിലായി? എന്റെ ഭാര്യ ആശുപത്രിയിലാ. ഉത്തമ, ഇതാരാ? നമ്മുടെ മോനേഷ് സാറിന്റെ അമ്മാവനാ. ഹിമാലയത്തിൽ തപസ്സായിരുന്നു. ആള് ഭയങ്കരനാണ് സ്വാമി. ബുദ്ധിയില്ലാത്തൊരു ദോഷം.
പക്ഷെ വക്കീലിന് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഒരു അമ്മാവനുള്ളത് സാറിന്റെ ഭാഗ്യം. ശ്ശോ, ഒറ്റ നോട്ടത്തില് ഭാവി പറയാൻ പറ്റുന്ന ഒരാൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തോന്ന് സാറേ പേടിക്കുന്നേ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ, കുറച്ച് തിരക്കുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ വൈകിട്ട് വരാം. അപ്പൊ ഈ അമ്മാവനോട് വളരെ വിശദീകരിച്ച് സംസാരിക്കുകയും ചെയ്യാം. ഇറങ്ങട്ടെ സാർ. ആ ശരി. അമ്മാവ സ്വാമി, നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന അമ്മാവനോട് അവക്ക് പുച്ഛം. ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. ഭാവേ, ഈ ലോകത്ത് നീ മാത്രമേ എല്ലാം തികഞ്ഞതായിട്ടുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം വിഡ്ഢികളാണ് എന്നൊരു ധാരണ നിനക്കുണ്ട്. അത് തെറ്റാണ്. എനിക്ക് അങ്ങനെ ഒരു ധാരണയേ ഇല്ല. മോഹനേട്ടനോട് ആരാണ് ഈ കല്ല് വെച്ച് നുണ പറഞ്ഞു തന്നത്? ആരും പറയേണ്ട കാര്യമില്ലല്ലോ. അമ്മാവൻ ഉത്തമനെ പറ്റി നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞ് കേട്ടപ്പോഴേ നീ എതിർത്തു. എന്തുകൊണ്ടാണ്? ഉത്തമനെ അംഗീകരിക്കാനുള്ള നിന്റെ മടി.